ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. സ്ട്രോബെറീസിൽ ധാരാളമായിട്ട് നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് നന്നായി തന്നെ ഈ ഒരു ഇതിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പം തന്നെ ഈ ഒരു സ്ട്രോബെറിയുടെ അകത്തുള്ള ആ ഒരു അഴുക്കും പൊടിയെല്ലാം നന്നായി തന്നെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ സ്ട്രോബെറീസ് എല്ലാം നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ട്രോബെറി ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രോബെറി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറീസാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഞാനിതിലേക്കൊരു 2 ടൈപ്പ് ചോക്ലേറ്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡയറി മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് വെച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഈ ഒരു സ്ട്രോബെറീസിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലണ്ടൻസ് സ്ട്രോബെറി ചോക്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. Please like and share, comment, subscribe my channel. Thank you.